ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നടക്കുന്ന ഏറ്റവും വലിയ തട്ടിപ്പാണ്. ആൻഡ് ഇതിന്റെ വിക്ടിംസും സാധാരണക്കാർ. ശ്രദ്ധിച്ച് കേൾക്കുക, കാരണം അധികം ആൾക്കാരും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഞാൻ ഈ പറയുന്നത് ഡോക്ടേഴ്സിനെ പറ്റിയോ ട്രീറ്റ്മെന്റിനെ പറ്റിയോ ഒന്നുമല്ല, ഹോസ്പിറ്റലിന്റെ ഉള്ളിലെ ബില്ലിംഗ് പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റത്തിനെ പറ്റിയാണ്. അധികം ആൾക്കാരും ശ്രദ്ധിക്കാത്തൊരു കാര്യത്തിനെ പറ്റി. നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം എല്ലാം കാര്യങ്ങൾ നോർമൽ ആയിരിക്കും. ടെസ്റ്റുകൾ നടത്തുന്നു, സ്കാനുകൾ നടത്തുന്നു, ട്രീറ്റ്മെന്റ് എല്ലാം പ്രോപ്പറായിട്ട് പോകുന്നു. ആൻഡ് ഫാമിലി എല്ലാ കാര്യങ്ങളും സമ്മതിക്കും, കാരണം ലൈഫിനെ പറ്റിയിട്ടുള്ളതാണല്ലോ. ബട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ബില്ലിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. നിങ്ങളുടെ അസുഖം മാറുന്നത് കൊണ്ടല്ല, ബില്ലിംഗ് പാറ്റേണിൽ വന്ന മാറ്റം കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റിന്റെ ലെവല് മാറും. എക്സ്ട്രാ ടെസ്റ്റുകൾ വരും, ആവശ്യമില്ലാത്ത കുറെ സ്കാനുകൾ ചെയ്യിക്കും, ആൻഡ് ഡെയിലി പ്രൊസീജിയേഴ്സ് അടക്കം വലുതാവും. ആൻഡ് ഇതിനെല്ലാം ഹോസ്പിറ്റലിന് അവരുടേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും. ബട്ട് ഇതും കൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? ഇതല്ലേ ആലോചിക്കുന്നത്? ഈ ആവശ്യമില്ലാത്ത ടെസ്റ്റുകളുടെയും സ്കാനുകളുടെയൊക്കെ പേരിൽ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം റിജക്ട് ചെയ്യും. ആൻഡ് ഫുൾ പൈസ നിങ്ങൾ കയ്യിൽ നിർത്ത് കൊടുക്കേണ്ടി വരും. സോ ഇവിടെ എന്താ പരിഹാരം? അതല്ല ആലോചിക്കുന്നത്. വഴിയുണ്ട്. ഹോസ്പിറ്റലിനോട് ഐറ്റമൈസ്ഡ് ബില്ല് ആവശ്യപ്പെട്ടാൽ മതി. എല്ലാ ടെസ്റ്റുകളുടെയും സ്കാനുകളുടെയും എല്ലാം ഒരു ഐറ്റമൈസ്ഡ് ബില്ല് അവർ നിങ്ങൾക്ക് തരും. ആൻഡ് ഇത് നിങ്ങൾ മെഡിക്കൽ ഓഡിറ്റിന് കൊടുക്കണം. ഒരുവിധം ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ചാർജുകളും ടെസ്റ്റുകളും എല്ലാം ഇവിടെ ക്യാൻസൽ ആവും. ആൻഡ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റോ? ക്ലെയിം റിജക്ട് ആവില്ല. ഇൻഷുറൻസ് എന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളതാണ്, നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാനുള്ളതല്ല. എപ്പോഴും പറയാറുള്ള പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.